കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടം, വിളഞ്ഞ പഴുത്ത് കിടക്കുന്ന മുന്തിരിക്കൊലകൾ, ഈ കാഴ്ചകളൊക്കെ ഏത് സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്നതാണ്. ഈ കാഴ്ച കാണാനായിട്ട് ആരാണ് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ നാളെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളമായി. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പോയതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മളൊരു തീർത്ഥാടന യാത്ര പോവുകയാണ്. ആ കൂട്ടത്തിൽ കുറച്ച് സ്ഥലങ്ങളും ആ കൂട്ടത്തിലുള്ള കുറേ ഭക്ഷണ വൈവിധ്യങ്ങളും രുചികളും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ യാത്രയിൽ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ യാത്രക്കാരെല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്തനംതിട്ടയിലുള്ള അമല എന്ന് പറയുന്ന ബസ്സിലാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്ര പോകുന്നത്. നമ്മുടെ യാത്രക്കാരുടെ കൂട്ടിനായിട്ട് വേറൊരാളും കൂടെ കൂടിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരും യാത്രയാക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. ദയവിരുന്ന കുട്ടാച്ചേട്ടനാണ് നമ്മുടെ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം വണ്ടിയൊക്കെ ഒന്ന് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം ശബരിമല ഉത്സവമായതുകൊണ്ട് അയ്യപ്പന്മാരുടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ചെറിയ തോതിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കമ്പം തേനി വഴി പളനിക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പം തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും വിശാലമായ തെങ്ങും തോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം തെങ്ങുണ്ടോ എന്ന് സംശയമാണ്. മനോഹരമായ തെങ്ങുകളും ആ പ്രകൃതിയും കാണാൻ തന്നെ അടിപൊളിയാണ്. ഒരു 3 ദിവസത്തെ തീർത്ഥാടന യാത്രയാണ് നമ്മൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിൽ 1ാമത്തെ ദിവസത്തെ യാത്രയിലാണ് ഇന്ന് നമ്മൾ കടന്നിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ തേനിയിലുള്ള മുന്തിരിത്തോട്ടങ്ങൾ കാണുക എന്നുള്ളതാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റോഡിന് ഇരുവശത്തും മുന്തിരിത്തോട്ടങ്ങൾ. മുന്തിരി അങ്ങനെ പച്ച പിടിച്ച് തളർത്തി നിൽക്കുകയാണ്. ഇതുവഴി യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം പഴുത്ത് കിടക്കുന്ന മുന്തിരിക്കുലകൾ കാണാനും മുന്തിരിത്തോട്ടം ഒന്ന് കാണാനും വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടം കാണാനായിട്ട് തേനിയിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. സഞ്ചാരികളുടെ ഒഴുക്കാണ് തേനിയിൽ ഇപ്പോൾ. ഈ ഭാഗത്ത് 2-3 മുന്തിരിത്തോട്ടങ്ങളുണ്ട്. നമ്മൾ MSR എന്ന് പറയുന്ന ഒരു മുന്തിരിത്തോട്ടം കാണാനായിട്ടാണ് പോകുന്നത്. അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ് അവിടെ. അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ ഇതാ കണ്ടില്ലേ, പഴുത്തതും പഴുക്കാത്തതുമായ ഒരുപാട് മുന്തിരികൾ കണ്ടോ, പച്ച പിടിച്ച് കിടക്കുന്ന മുന്തിരികൾ. ഈ ഭാഗത്തൊക്കെ മുന്തിരി കായ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അത് വിളയാൻ ഇനിയും സമയമെടുക്കും. ഈ സമയത്ത് അടുത്ത ഭാഗത്താണെങ്കിൽ മുന്തിരി പഴുത്ത് വിളഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്തായിട്ട് മുന്തിരി തൈകളൊക്കെ ഇങ്ങനെ കമ്പ് പോതി നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം തീരുമ്പോഴേക്ക് ആ മുന്തിരിയും വളർന്ന് കായ പിടിച്ച് കഴിയും. നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അതിൽ എഴുതി വെച്ചിരുന്ന മുന്തിരി പറിക്കരുത്, ഡോണ്ട് പിക്ക് ദി ഗ്രേപ്സ്. എത്ര എഴുതി വെച്ചിട്ടും കാര്യമില്ലെന്നറിയാം. വരുന്നവരെ ചിലപ്പോൾ 1-2 കായകൾ പറിച്ചു നിൽക്കും. അങ്ങനെ പറിക്കാതിരിക്കാനായിട്ട് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ ഓരോ സഞ്ചാരികളുടെയും പുറകെ ഇങ്ങനെ മുന്തിരി പറിക്കരുത്, മുന്തിരി പറിക്കരുത്, മുന്തിരി പറിച്ചാൽ ഫൈനുണ്ട്, 500 രൂപ ഫൈനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുന്തിരി പറിക്കരുത് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടി ഇവിടുണ്ട്. ഈ മുന്തിരിക്കുലകൾ പഴുത്ത് വരുന്ന സമയത്ത് ചെറിയ ചെറിയ കീടങ്ങൾ വന്നിട്ട് ഈ മുന്തിരി കുത്തി നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് അവർ ചെറിയ രീതിയിലുള്ള മരുന്നുകളൊക്കെ ഈ മുന്തിരിയിൽ തളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മുന്തിരി നമ്മൾ പറിച്ച് ഫ്രഷായിട്ട് നമ്മൾ വായിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലേക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഫ്രഷായിട്ടുള്ള മുന്തിരി വാങ്ങാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ മുന്തിരിയുടെ നല്ല അടിപൊളി ജ്യൂസ് നമുക്ക് ഇവിടെ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന MSR ഗ്രേപ്സിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നും മുന്തിരിയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങുവാൻ സാധിക്കും. വിഷമടിച്ച മുന്തിരിയിൽ നിന്നുള്ള ജ്യൂസ് എങ്ങനെ നമുക്ക് കുടിക്കാം എന്നുള്ളതായിരിക്കും ഇപ്പം നമ്മുടെ സംശയം. കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയ മുന്തിരിയിൽ നിന്നാണ് ഇവർ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഞാനും ഒരു ഗ്ലാസ് മുന്തിരി വാങ്ങി കുടിച്ചു നോക്കി. നല്ല അടിപൊളി ജ്യൂസ്. ഈ ചൂടത്ത് മനസ്സിനും ശരീരത്തിനും വളരെ കുളിർമ തരുന്ന നല്ല 1-ാം തരം ഒരു ജ്യൂസ്. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കേണ്ടതിനാലും ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കുന്നതുകൊണ്ടും നടന്നുകൊണ്ട് തന്നെ ഞാൻ ജ്യൂസ് ആസ്വദിച്ചു. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും നമ്മൾ യാത്ര തുടർന്ന് അങ്ങനെ പളനിയിലെത്താറായിരിക്കുകയാണ്. ആ കാണുന്ന മലമുകളിലാണ് ഭഗവാൻ ശ്രീ മുരുകൻ ഇരിക്കുന്നത്. യാത്രകളൊന്നും ഇതുകൊണ്ട് തീരുന്നില്ല.
പളനിയിൽ എത്തിയതിനു ശേഷമുള്ള ചില ദുരനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഉടൻ തന്നെ വരുന്നതാണ്. പളനിയിലെത്തുന്നവർ ജാഗ്രത.